ആകാശവാണി ദേവികുളം സ്പൈസ് FM. കിസാൻ വാണി. എല്ലാ ശ്രോതാക്കൾക്കും കിസാൻ വാണിയിലേക്ക് സ്വാഗതം. ഈ പരിപാടിയുടെ പ്രായോജകർ കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാർ. हर जोखिम से निकल कर फसल आए, सुरक्षित हो जाए। फसल बीमा से हर किसान अब आत्मनिर्भर हो जाए। संकट के समय प्रधानमंत्री फसल बीमा योजना किसानों के लिए वरदान है। अब सूखा पड़े या बाढ़ आ जाए कोई डर नहीं, अब ओले पड़े या कीट पतंगे फसल खा जाए कोई फिक्र नहीं, क्योंकि हमने लिया है प्रधानमंत्री फसल बीमा। बुआई से फसल कटाई तक हर जोखिम का दावा, न्यूनतम प्रीमियम पर अधिकतम भुगतान का वादा। योजना से हर साल जुड़ रहे हैं 5 करोड़ से ज्यादा किसान। अब आपकी है बारी। नजदीकी कृषि कार्यालय, सहकारी समिति, बैंक शाखा, अधिकृत बीमा कंपनी या जन सेवा केंद्र में स्वेच्छा से करा सकते हैं पंजीकरण। फसल बीमा पोर्टल या फसल बीमा ऐप द्वारा भी कराया जा सकता है पंजीकरण। प्रधानमंत्री फसल बीमा योजना, आपकी फसलों का संपूर्ण सुरक्षा कवच। कृषि एवं किसान कल्याण मंत्रालय, भारत സർക്കാർ. പ്രിയമുള്ള കിസാൻ വാണി ശ്രോതാക്കളെ, കരിമണ്ണൂർ പഞ്ചായത്തിലെ മുളപ്പുറം പ്രദേശത്തെ മാതൃകാ കർഷകനായ കുഞ്ഞുമോൻ എന്ന് വിളിക്കപ്പെടുന്ന കുര്യൻ കെ ജോർജ് കോശ്ശേരിയിലുമായുള്ള അഭിമുഖമാണ് ഇന്ന് കിസാൻ വാണിയിൽ. കാർഷിക രംഗത്ത് അഭിമാനകരമായ നേട്ടം കൈവരിച്ച ഒരു മാതൃകാ കർഷകനെയാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. കുര്യൻ ജോർജ് കോശ്ശേരിൽ, ഇടുക്കിയിലെ മുളപ്പുറം സ്വദേശിയാണ്. കോശ്ശേരിയിൽ എന്ന മാവിനം വികസിപ്പിച്ചെടുത്ത ഒരാളാണ്. അദ്ദേഹത്തിന്റെ കാർഷിക പ്രവർത്തനങ്ങളാണ് ഇന്ന് ശ്രോതാക്കളെ പരിചയപ്പെടുത്തുന്നത്. ചേട്ടാ നമസ്കാരം. അങ്ങേ വിളിക്കുന്നത് ഏത് പേരില? എന്നെ വിളിക്കുന്നത് കുര്യൻ ജോർജ് എന്നാണെങ്കിലും കുഞ്ഞുമോൻ എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. ഇവിടെ മുളപ്പുറത്ത് താമസമായിട്ട് എത്ര നാളായി? ഒരു 100 വർഷത്തിൽ കൂടുതലായി. വലിയപ്പന്റെ അപ്പനായിട്ട് വന്നതാണ് ഇവിടെ. അപ്പോൾ പരമ്പരാഗത കർഷക കുടുംബത്തിൽ ജനിച്ചു. താങ്കൾ ഓർമ്മ വയ്ക്കുമ്പോൾ എന്തൊക്കെ കൃഷികൾ ഇവിടെ ഉണ്ടായിരുന്നത്? അന്ന് നെൽകൃഷി, തെങ്ങ്, കമുക്, അടയ്ക്കാമരം, ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം. റബ്ബർ തന്നെ എന്റെ ചെറുപ്പം പോലെ കണ്ടുപിടിങ്ങി. ഇങ്ങനെയുള്ള കൃഷികളെ ഉണ്ടായിരുന്നുള്ളൂ. ഇത് അതിലേക്ക് വന്നത് എന്റെ ഒരു ഇതിൽ തന്നെ വന്നതാണ്. അപ്പച്ചനായിട്ട് ഇത് ബഡ്ഡിങ്ങൊന്നും അറിയാൻ പാടില്ല. ഇപ്പൊ ബഡ്ഡിങ്ങും ഗ്രാഫ്റ്റിങ്ങും ഒക്കെ അറിയാവുന്ന ഒരു മാതൃകാ കർഷകനാണ് കുഞ്ഞുമോൻ ചേട്ടൻ. ഇതിലേക്ക് വരാനുണ്ടായ ഒരു സാഹചര്യം എന്തായിരുന്നു? വരാൻ ഒരു മാവാണ് ഇതിനകത്ത് വരുത്തിയത് പറഞ്ഞാൽ ഒരു മാവ് എന്ന് പറഞ്ഞാൽ കോശ്ശേരി മാവ് എന്നതിന് പേര് നാട്ടുകാരിട്ടാണ്. മാവ് നട്ട് കഴിഞ്ഞാൽ ഒരു 2.5 വർഷം ആകുമ്പോഴത്തേക്ക് നമുക്ക് കായ്ഫലം കിട്ടി തുടങ്ങും. അത് ഒരു 6 മാസത്തെ മൂപ്പുണ്ട്. മാവ് പൂത്ത് കഴിഞ്ഞാൽ 6 മാസം കൊണ്ട് മാങ്ങ വിളയുള്ളൂ. അപ്പോൾ അങ്ങനെ അതിനെ ഇവിടെ അടുത്ത് കൊച്ചപ്പൻ്റെ വീട്ടിലുണ്ടായിരുന്നു. അതിനെ ഇനി പിടിപ്പിക്കാൻ വേണ്ടി മാങ്ങാണ്ടി കുഴിച്ചിട്ട് മടുത്ത് മുളയ്ക്കാതെ വന്നപ്പോൾ ബഡ് ചെയ്ത് ഞാൻ തന്നെ നട്ടതാണ്. ഈ മാവ് കാഴ്ച കണ്ടപ്പോൾ ആൾക്കാരെല്ലാം അങ്ങനെ ആവശ്യപ്പെട്ടു തുടങ്ങി. അങ്ങനെയാണ് ബഡിങ് തുടങ്ങിയത്. എന്താ ഈ കോശ്ശേരി മാങ്ങയുടെ പ്രത്യേകത? ഒരു തൂക്കം എന്ന് പറഞ്ഞാൽ ഒരു 2 കിലോയിലും മുകളിൽ തൂക്കമുള്ള മാങ്ങ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അത് നിറയെ ഉണ്ടാവുകയും ചെയ്യും. ഒരു 4-5 വർഷം ആകുമ്പോഴും 100-500 മാങ്ങ കായ്ക്കുന്ന വലുപ്പത്തിൽ മാവ് വരും. വലുപ്പം കൂടുതലുണ്ട്, കായ്ക്കാതിരിക്കല്ല, നിറച്ച് കായ്ക്കുന്ന ഒരു മാവാണ്. ഈ കോശ്ശേരിയിൽ മാങ്ങ രൂപപ്പെടുത്തിയിട്ട് എത്ര നാളുകളായി? ഇപ്പൊ 32 വർഷമായി ഈ തൈ ഞാൻ വിപണിയിൽ കൊടുക്കാൻ തുടങ്ങിയിട്ട്. എവിടെയൊക്കെ കൊണ്ടുപോയിട്ടുണ്ട്? അത് ഞാൻ ആദ്യകാലത്തൊക്കെ നമ്മൾ ടൗണിലൊക്കെ കൊണ്ടുപോയി വണ്ടിയിൽ കൊണ്ട് കൊടുക്കുമായിരുന്നു. ഓരോരുത്തർ വീട്ടുപുരത്ത് കുഴിച്ചിട്ട് കൊടുക്കുമായിരുന്നു. ഇപ്പോൾ എല്ലാവരും ഇവിടെ വന്ന് നേരിട്ട് വന്ന് സാധനം കൊണ്ടുപോകുകയാണ്. അപ്പോൾ കോശ്ശേരി മാവ് എവിടെയെല്ലാം കായ്ക്കും? അത് എല്ലാ സ്ഥലത്തും, തമിഴ്നാട്ടിൽ കാഴ്ചയായിട്ട് അറിയാം, കേരളത്തിലെ എല്ലാ സ്ഥലത്തും കായ്ക്കുന്നുണ്ട്. പോകാത്ത സ്ഥലങ്ങൾ കുറവാണ്. വിദേശത്ത് വരെ പോയിട്ടുണ്ട് സാധനം. പൊതുവെ മാവ് നമ്മുടെ ഹൈ റേഞ്ചിലും ലോ റേഞ്ചിലും ഒക്കെ നട്ടു വളർത്തുന്ന കർഷകർ പറയുന്നത് മാവിനെ ശരിയായ രീതിയിൽ ശ്രദ്ധിക്കണം. എന്തെല്ലാം പരിപാലനമാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? അതായത് ഹൈ റേഞ്ചിലാണെന്നോർത്ത് ഇച്ചിരി മൂപ്പ് കൂടുതലുണ്ട്. ഹൈ റേഞ്ചിലും ഇവിടത്തേക്ക് കഴിക്കും. ഒരു 6 മാസം എന്നുള്ള 7 മാസമൊക്കെ അവിടെ മാങ്ങയ്ക്ക് എടുക്കും. പിന്നെ എന്നാന്ന് വെച്ചാൽ നല്ല സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലം നമ്മൾ തിരഞ്ഞെടുക്കണം. എവിടെയായാലും തിരഞ്ഞെടുത്ത് നല്ല രീതിയിൽ കുഴിയെടുത്ത് ഒരു 3 അടി താഴ്ചയെങ്കിലുള്ള കുഴിയെടുത്ത് നന്നായിട്ട് നികത്തി മൂടി തൈകൾ ആദ്യം നട്ട് ഉറപ്പിക്കണം. ഒരു കാരണവശാലും അതിന്റെ ഒട്ടിച്ച ഭാഗം മണ്ണിനടി പോകരുത്. അതിനുശേഷം ഒരു കമ്പും കുത്തി നിവർത്തി കെട്ടിയതിനു ശേഷം ഒരു 1 അടി ചുറ്റില് പുറകോട്ട് തടം എടുക്കണം. ആ തടത്തിൽ ചാണകവും എല്ലുപൊടിയാണ്. ചാണകം ഒരു 10-15 കിലോയെങ്കിലും ഇടാൻ നടുമ്പോൾ എല്ലുപൊടി 1 കിലോയെങ്കിലും ഇടണം. ചാണകം തന്നെയല്ല, കോഴിവളം, വേപ്പും പിണ്ണാക്ക്, ആട്ടിൻകാഷ്ടം, ഇങ്ങനെയുള്ള എല്ലാ വളങ്ങളും ചെയ്യാം.
നടുമ്പിടണ്ട. നടുന്ന് അന്ന് തന്നെ ചെയ്യണം. അന്ന് തന്നെ ചുറ്റും കഴിഞ്ഞിട്ട് അടിയിലിടരുത്, കുഴിക്കകത്ത് ഇടരുത്, മുകളിലിട്ട് കൊടുക്കാവുള്ളൂ. എന്നിട്ട് ആ തടം മൂടി മുകളിൽ പുതയിട്ട് കൊടുക്കുക. അപ്പോൾ ആ മാവ് പിന്നെ വളരാൻ അതിനുള്ള എല്ലാ സാഹചര്യങ്ങളും ഒരുക്കി കൊടുത്തു. ഇപ്പോൾ കുഞ്ഞാഞ്ചേട്ടൻ കൊടുക്കുന്ന ബഡ് തൈ എത്ര പ്രായമായതാ? അതിപ്പോൾ 1 വർഷത്തോളം പ്രായമുള്ള തൈകൾ കൊടുക്കുന്നുണ്ട്, 6-7 മാസം പ്രായമുള്ള തൈകൾ വരെ കൊടുക്കുന്നുണ്ട്. അതുപോലെ 2 വർഷം പ്രായമുള്ള തൈകളും കൊടുക്കുന്നുണ്ട്. അത് കൊണ്ടുപോയാലും നമുക്ക് എത്ര നാൾക്കുള്ളിൽ നമുക്ക് ആദായം കിട്ടും? ഞാൻ ഇപ്പോൾ കൊടുക്കുന്ന ഈ ചെറിയ തൈ കൊടുത്താലും 3 കൊല്ലം ആകുമ്പോഴത്തേക്കും അത് കായ്ക്കാൻ തുടങ്ങും. വലിയ തൈയാണെങ്കിൽ അടുത്ത വർഷം ആകുമ്പോഴത്തേക്കും കായ്ക്കാൻ തുടങ്ങും. കാഴ്ച തൈകളും ഉണ്ട്. അപ്പൊ എന്തായാലും കോശേരിയിൽ മാമ്പഴത്തിന്റെ ഒരു പ്രസിദ്ധി എന്ന് പറയുന്നത് 32 വർഷക്കാലമായിട്ട് കുഞ്ഞാഞ്ചേട്ടൻ കേരളത്തിലും മാത്രമല്ല പുറത്തും തമിഴ്നാട്ടിലും വിവിധ സംസ്ഥാനങ്ങളിലും കോശേരി മാങ്ങയുടെ മഹത്വം മനസ്സിലാക്കാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട്. എത്ര തൈകൾ കൊടുത്തിട്ടുണ്ട് ഇതുവരെ? അതിന് കണക്കെടുത്ത ഒരു നിശ്ചയങ്ങളില്ല. ഒരു വർഷം ഒരു 10,000 തൈകളെങ്കിലും നമ്മൾ ഒട്ടിക്കുന്നുണ്ട്. ഇത്രയും കാലങ്ങളായിട്ട് അങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ഇവിടെ ഒട്ടിക്കുന്ന തൈകൾ കാര്യമായിട്ട് ബാലൻസ് വരാറില്ല. ഈ കോവിഡ് കാലത്ത് മാത്രം ആ വർഷത്തെ ശാലം വെച്ചുകൊണ്ട് അതായിപ്പോൾ ഇവിടെ ഇരിക്കുന്നത്. അത് വലിയ കവറിലാക്കി വെച്ചിട്ട് കായ്ക്കും പോകാൻ തുടങ്ങി. പിന്നെ ഇത് തന്നെയല്ല, 35ഓളം വെറൈറ്റി മാവ് പിടിപ്പിച്ചതിൽ ഒരു റിസൾട്ട് അറിഞ്ഞതിന്റെ എല്ലാത്തിന്റെയും തന്നെ തൈകൾ നമ്മൾ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇന്നിവിടെ ആകാശവാണി ടീം വന്നിട്ടുള്ളത് ഉദ്യാന സമാനമായിട്ടുള്ള ഒരിടത്തേക്കാണ്. ഇവിടെ വന്നപ്പോൾ തന്നെ ഞെട്ടിപ്പോയി. റംബുട്ടാൻ ഇങ്ങനെ പഴുത്ത് നിൽക്കുന്നു, അതോടൊപ്പം തന്നെ പുലാസാൻ പഴുത്ത് നിൽക്കുന്നു. എന്തെല്ലാം പഴവർഗ്ഗ ചെടികളുണ്ട് ഇവിടെ? ഇവിടെ ഇപ്പൊ പുലാസാനുണ്ട്, റംബൂട്ടാനുണ്ട്, ലോങ്കൺ, വെറോളി, അബിയു, അവക്കാഡോ, മിൽക്ക് ഫ്രൂട്ട്, മധുരലൂബി, മംഗോസ്റ്റിൻ, തായ്ലൻഡ് ചാമ്പ, പിന്നെ പലതരം മാവുകൾ. എത്ര ഇനം? 35ഓളം വെറൈറ്റി ഉണ്ട്. പ്ലാവുകളുണ്ടോ? പ്ലാവുകളും ഉണ്ട്. പ്ലാവ് ഒരു 10-15 വെറൈറ്റി ഉണ്ട്. അപ്പൊ 15ഓളം വെറൈറ്റി പ്ലാവുകൾ, 35ഓളം വെറൈറ്റി മാവുകള്. അതിന്റെ ജാതി. ഇത് എന്തോരം സ്ഥലമാണ്? ഏതാണ്ട് 3 ഏക്കറോളം ഉണ്ട്. റംബുട്ടാനും പഴവർഗ്ഗങ്ങളും മാവും എല്ലാം ആയിട്ട്. പിന്നെ നഴ്സറി ആയിട്ട് വേറെ ഉണ്ട്. നഴ്സറി ഇവിടെ തന്നെയാണോ? താഴെ നമുക്ക് കാണാം. അപ്പൊ ഇവിടേക്ക് വരാനുള്ള വഴി എങ്ങനെയാണ്? വഴി തൊടുപുഴയിൽ നിന്ന് വന്നാൽ കരിമണ്ണൂർ വഴി മുളപ്പുറം എന്ന സ്ഥലമാണ്. മുളപ്പുറം സ്കൂളിന്റെ അടുത്ത് പോസ്റ്റ് ഓഫീസും സ്കൂളും എല്ലാം അടുത്തടുത്ത് സമീപപ്രദേശ സ്ഥലമാണ്. പൊതുവെ കർഷകർക്ക് ഇങ്ങനെ തിരിയണമെന്ന് തോന്നാനുള്ള ഒരു കാര്യം എന്താണ്? റബ്ബറിന്റെ വിലക്കുറവാണ്. റബ്ബറിന്റെ വിലക്കുറവെന്ന് പറഞ്ഞാൽ ഞാനൊരു 6-8 കൊല്ലം റബ്ബർ വ്യാപാരം നടത്തിയവനാണ്. റബ്ബർ വ്യാപാരം നടത്തി ഇപ്പോൾ വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ പോയിക്കൊണ്ടിരുന്ന സമയത്ത് ഒരു 5600 കിലോ റബ്ബർ കൊണ്ടെടുത്ത സ്ഥലം വിട്ടു. 26 കൊല്ലമായി. 5600 5.5 ടൺ റബ്ബർ കൊണ്ട് ഉള്ളി പോയി. നമ്മൾ കൊടുത്ത ആള് അതുകൊണ്ട് പോയി. അവനെ കണ്ടിട്ടില്ല. ഇനി പൈസ തന്നില്ല, ആളെ കണ്ടിട്ടില്ല അതിന്. അപ്പോൾ അത് പോയി കഴിഞ്ഞപ്പോൾ പിന്നെ നമുക്ക് അറിയാവുന്ന തൊഴിൽ ഇതിലേക്ക് തിരിഞ്ഞു. അത് ഒരു ടേണിംഗ് പോയിന്റ് ആയിരുന്നു. ഒരു നഷ്ടക്കച്ചവടത്തിൽ നിന്നാണ് ജീവിതത്തിലേക്ക് തിരിഞ്ഞതല്ലേ? അയ്യോ, എന്തായാലും അത് കേട്ടിട്ട് തന്നെ. എത്ര നാൾ മുമ്പ്? 98. എത്ര രൂപയുടെ മുതൽ കൊണ്ടാ പോയത്? അന്ന് ഒരു 2-3 ലക്ഷം രൂപയുടെ അടുത്ത സാധനമുണ്ട് അന്ന് കൊണ്ടുപോകുമ്പോൾ. അപ്പൊ ചേട്ടൻ ഇങ്ങനെ പലയിടത്തൊന്നും കളക്ട് ചെയ്തിട്ട്? എനിക്ക് കച്ചവടമായിരുന്നു. അപ്പൊ ഞാൻ എടുത്തിട്ട് മെയിൻ ഡീലർക്ക് കൊടുത്തുകൊണ്ടിരുന്ന ഒരു ആയിരുന്നു ഇതിന്റെ ഏർപ്പാട്. അവനാ ഒരു സുപ്രഭാതത്തിൽ ഇതുകൊണ്ട് സ്ഥലം വിട്ടു. അപ്പൊ എന്തായാലും അങ്ങനെ ഒരു കയ്പ് നിറഞ്ഞ ഒരു അനുഭവം ജീവിതത്തിൽ കുഞ്ഞാഞ്ചേട്ടന് ഉണ്ടായിട്ടുണ്ട്. അതിൽ നിന്നാണ് വീണ്ടും ഈ തിളക്കമാർന്ന ഒരു വഴിയിലേക്ക്. വിഷമം ഇപ്പൊ തോന്നുന്നില്ല. കാരണം ഇപ്പൊ കണ്ടാലും പുള്ളിക്ക് എന്തെങ്കിലും ചെലവ് എന്താ മധുരമുള്ള ഒരു പ്രതികാരമാണ് കേട്ടോ ഇത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ അദ്ദേഹത്തെ കണ്ടാലും, അദ്ദേഹത്തിന്റെ പേരൊന്നും പറയണ്ടെങ്കിൽ പോലും അദ്ദേഹത്തെ കണ്ടാലും ഇപ്പോൾ ചെലവ് ചെയ്യാൻ തയ്യാറാണ്. കാരണം ശരിയായിട്ടുള്ള തിളക്കമാർന്ന ഒരു ജീവിതത്തിലേക്ക് കുഞ്ഞാഞ്ചേട്ടൻ വന്നത്, ഈ പഴവർഗ്ഗ കൃഷിയിലേക്ക് വന്നത്, കോശേരിയിൽ മാവ് എന്ന് പറയുന്ന സവിശേഷമായിട്ടുള്ള ആ മാവ് വികസിപ്പിച്ചെടുക്കാൻ കഴിഞ്ഞതൊക്കെ ഇങ്ങനെ ഒരു സങ്കടത്തിൽ നിന്നാണെന്ന് പറയുമ്പോൾ നമുക്കത് വളരെ ശ്രദ്ധേയമായിട്ട് തോന്നുന്നു. അപ്പോൾ പഴവർഗ്ഗ കൃഷിയുണ്ട്. എന്തോരമുണ്ട് സ്ഥലമാകെ? ആകെ എനിക്ക് 3.5 ഏക്കർ സ്ഥലം. പിന്നെ അനിയന്മാരും 8-10 ഏക്കറുള്ള ഒരു കോമ്പൗണ്ട് ആയിരുന്നു. കോശേരിയിൽ ഫാമിലി അല്ലേ? എത്ര സഹോദരങ്ങളാ? 4 പേര്. ഒരാൾ കാനഡയിൽ സെറ്റിലായിട്ട് 27 കൊല്ലമായി. ഒരാൾ അമേരിക്കയിൽ 23 കൊല്ലമായി. ഈ പുള്ളി ദുബായിലായിരുന്നു. ഇപ്പോൾ കണ്ട പുള്ളിയിലെ അവൻ ദുബായിലായിരുന്നു. അവൻ 20 കൊല്ലം കഴിഞ്ഞപ്പോൾ നിർത്തി പോകുന്നു. അതാണ് പുള്ളി മുകളിലാണ് താമസിക്കുന്നത്, മുകളിൽ വീട്ടിൽ. ഇപ്പൊ നമുക്കറിയാം കാർഷിക രംഗത്ത് ഇങ്ങനെയൊക്കെ മാറി ചിന്തിക്കുകയും മുളപ്പുറം ഗ്രാമത്തിലേക്ക് കൂടുതൽ ആളുകളെ ഇത്തരം ഉൽപാദനക്ഷമതയുള്ള കാര്യക്ഷമതയുള്ള തൈകൾ കാണിച്ചു കൊടുക്കുകയും അതിന്റെ ഉൽപാദനത്തെ പരിചയപ്പെടുത്തുകയൊക്കെ ചെയ്യുന്ന ഒരു കർഷകൻ കൂടിയിട്ടാണ്. സാധാരണഗതിയിൽ കായ്ക്കുമെന്ന് പറയുള്ളൂ. ഇത് ഇവിടെ വന്നാൽ കാണാം. കാണിച്ചു കൊടുക്കാറുണ്ട്. ഈ ആൾക്കാർ ഇവിടെ വരുമ്പോൾ വണ്ടി എങ്ങനെയാന്ന് ചോദിച്ചാൽ ഞാൻ കാണിച്ചു കൊടുക്കാം. എനിക്കറിയാവുന്ന രീതിയിൽ പറഞ്ഞു കൊടുത്ത് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അത് ഒരാള് ചെയ്യണമെങ്കിൽ എനിക്ക് കാണിച്ചു കൊടുക്കില്ല എന്നുള്ള പരിപാടിയില്ല. ഇപ്പോ കുഞ്ഞാഞ്ചേട്ടന്റെ വീട്ടിലേക്ക് ഇങ്ങനെ എത്തിക്കഴിയുമ്പോൾ വീടിന്റെ ചുറ്റുവട്ടത്തിൽ ഇവിടെ ഒരു തൊഴുത്ത് കാണുന്നുണ്ട്. ഈ തൊഴുത്തിൽ നിറയെ പശുക്കളൊക്കെ ഉണ്ടായിരുന്നു. പശുക്കളുണ്ടായിരുന്നു. 1 വർഷം മുമ്പ് വരെ ഉണ്ടായിരുന്നു. ഞാൻ അതിൽ ഇപ്പൊ എല്ലാം ആ പിള്ളേരും പോയോട് സകല പരിപാടി നിർത്തി. എന്നെ കൊണ്ട് തന്നെ ഒക്കാനില്ല. അതുകൊണ്ട് നിർത്തിയതാ. ഇപ്പോൾ ഈ കാര്യങ്ങളൊക്കെ സഹായിക്കുന്ന ആരാ? എന്റെ വൈഫുണ്ട്. പിന്നെ ഒരു ലേഡി കൂട് ഇറക്കാനും ബഡിങ്ങും ഗ്രാഫ്റ്റിങ്ങും എല്ലാം ഞാൻ തന്നെ ചെയ്യുന്നത്. സകല പരിപാടി. ഭാര്യയുടെ പേരെന്താ? ലിസി. മക്കള്?
മക്കൾ രണ്ടുപേരും. മോൻ ന്യൂസിലൻഡിലാണ്, അവന് നേഴ്സാണ് രണ്ടുപേരും. മോന്റെ പേരെന്താ? വർഗീസ് ജോർജ് കുര്യൻ എന്നാണ് വിളിക്കുന്നത്, ഞങ്ങൾ വർഗീസ് കുട്ടി എന്ന് വിളിക്കുന്നു. പിന്നെ അവന്റെ ഭാര്യ സൗമ്യ, ഒരു കൊച്ചുണ്ട് റയാൻ, അവന് 8 വയസ്സായി. മോളാണ് പിന്നെയുള്ള മോള്, അവളെ പിറവത്ത് കെട്ടിച്ച, അവൾ നേഴ്സായിരുന്നു, കുവൈറ്റിലായിരുന്നു. മോളുടെ പേര് സാറാമോൾ. അങ്ങനെ രണ്ടുപേരും. അവള് നാട്ടിലുള്ളതുകൊണ്ട് ഇപ്പോൾ വല്ലപ്പോഴും കണ്ടു കേട്ടിട്ടുണ്ട്. സെപ്റ്റംബർ ഓരോന്ന് പറയണോ. ഇപ്പൊ കുഞ്ഞാഞ്ചേട്ടനും ശ്രീമതിയും കൂടിയിട്ടാണ് ഇപ്പോൾ ഇവിടെയുള്ള കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ട് പോകുന്നത്. ഈ ബഡിങ്ങും ഗ്രാഫ്റ്റിങ്ങും ഒക്കെ ഇപ്പൊ തൈകളൊക്കെ കൂടുതൽ ആളുകൾ ആവശ്യപ്പെടുമ്പോൾ അത് എത്ര നാള് ചെയ്യേണ്ടി വരും? നമ്മള് മാവ് ഒട്ടിക്കുന്നത് ഒരു വേനൽക്കാലത്താണ് ഒട്ടിയിട്ട് തുടങ്ങുന്നത്. എന്നാലേ നല്ല ശക്തമായ തൈ കിട്ടുള്ളൂ. അല്ലാതെ മഴക്കാലത്ത് ഒട്ടിച്ചു കഴിഞ്ഞാൽ തൈക്ക് ഒരു കാണുമ്പോൾ ഒരു പേഴ്സണാലിറ്റി ഇല്ല. അതുകൊണ്ട് നല്ല തൈകൾ ഉണ്ടാക്കാനുള്ള താല്പര്യമുള്ളതുകൊണ്ട് വേനൽക്ക് മാത്രമേ. ഇപ്പൊ തൈകളെല്ലാം കൂടെ പാകി വെച്ചിട്ടുണ്ട്. നഴ്സറി ഉണ്ടല്ലേ? നഴ്സറി തുടങ്ങിയിട്ട് എത്ര നാളായി? അത് 32 കൊല്ലമായി. 32 കൊല്ലം ഇപ്പൊ പിന്നിട്ടു. അപ്പൊ നഴ്സറി പരിപാലനത്തിന്റെയും ബാലപാഠങ്ങളും ഒക്കെ പിന്നിട്ട് അതിനകത്തൊരു മാസ്റ്ററായിട്ട് കുഞ്ഞാഞ്ചേട്ടൻ മാറിക്കഴിഞ്ഞു. പൊതുവെ ഇപ്പോ നമുക്കറിയാം, ഈ കോശേരിയിൽ മാവ് എന്ന് പറയുന്ന വളരെ പ്രസിദ്ധമായിട്ടുള്ള മാവ് മാത്രമല്ലല്ലോ, വേറെ എന്തെങ്കിലുമൊക്കെ പ്ലാവൊക്കെ വികസിപ്പിച്ചിട്ടുണ്ടോ? പ്ലാവുകൾ വികസിപ്പിച്ചിട്ടുണ്ടോ എന്ന് വെച്ചാൽ നമ്മൾ എവിടെന്നെങ്കിലും നല്ലത് കണ്ടു കഴിഞ്ഞാൽ അതിന്റെ കമ്പ് കൊണ്ടൊന്ന് നമ്മൾ വെട്ടി ചെയ്ത് പിടിപ്പിക്കാറുണ്ട്. കോശേരിയിൽ പ്ലാവുണ്ടോ? കോശേരി പ്ലാവുണ്ട്. കോശേരി പ്ലാവ് ഇവിടെ ഒരു 100 വർഷം പ്രായമുള്ള പ്ലാവ് വലിയപ്പന്റെ കാലത്ത് കണ്ടുണ്ടായിരുന്നതാണ്. നല്ല ചക്കയായിരുന്നു. അത് കളയാതെ അതിനെ ബഡ് ചെയ്തെടുത്ത് അതുപോലെ ചക്ക ഉണ്ടാവുകയും ചെയ്തു. ഇപ്പോഴും പരിശ്രമശാലിയായിട്ട് അങ്ങേ കൃഷിയിടത്തിലൂടെ പാഞ്ഞു നടക്കുകയാണ്. ബഡ്ഡിങ്ങിന്റെ കാര്യത്തിലൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. പൊതുവെ നമ്മൾ നോക്കുമ്പോൾ കാർഷിക രംഗത്ത് നിന്ന് പുതിയ തലമുറ അകന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ എങ്കിൽ പോലും ദീർഘകാല വിളകൾ ഉണ്ടാവണം കൃഷിയിടത്തിൽ. കാരണം നമുക്ക് വലിയ പരിശ്രമം കൂടാണ്ട് തന്നെ ഇപ്പൊ മാവാണെങ്കിലും പ്ലാവാണെങ്കിലും ജാതിയാണെങ്കിലും അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? ജാതി, പ്ലാവ്, ഇങ്ങനെയൊക്കെ പ്ലാവിനെ കഴിഞ്ഞും കൂടുതൽ സാധനം റംബൂട്ടാനൊക്കെ ഇപ്പൊ എന്റെ അഭിപ്രായത്തിൽ. കാരണം എന്താ വെച്ചാൽ വർഷത്തിൽ ഒരു വരുമാനം ഉള്ളതെങ്കിലും നല്ല തോട്ടം ഉണ്ടെങ്കിൽ ആൾക്കാർ വന്ന് എടുക്കാനും അത് വിദേശത്ത് കയറി പോവാ സാധനം ചെയ്യുന്നത്. നമ്മുടെ നാട്ടിലുള്ളതിനെ കഴിഞ്ഞും കൂടുതൽ സാധനം വിദേശത്ത് കയറി പോകും. അതുകൊണ്ട് അതിനാണ് ഇപ്പൊ താല്പര്യം. ഞാനിപ്പോ പുതിയത് വെച്ചേക്കണം അത് തന്നെയാണ്. ഇതിന്റെ ഒരു പരിപാലനമൊക്കെ പറയുമ്പോൾ നമുക്ക് ജൈവ രീതിയിൽ തന്നെ പരിപാലിച്ച് മുന്നോട്ട് പോകാം. നമ്മൾ ജൈവവളങ്ങളാണ് കൂടുതൽ. അതാണ് ഈ ഷെഡിനകത്ത് ഉണ്ടാക്കിയ കോഴിവളം ഉണ്ടാവും, ചാണകം ഉണ്ടാവും, ചകിരിച്ചോറ്, ഇങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട്. ഈ ബോർഡോ മിശ്രിതം തളിക്കേണ്ടി വരും? ബോർഡോ മിശ്രിതം ഞാനിത് തളിച്ചിട്ടില്ല. ഇല്ല, ഞാനിവിടെ ഈ മാവിനൊക്കെ തൈകൾക്ക് സാഫ് എന്ന് പറഞ്ഞൊരു സാധനം ഈ കൂമ്പ് മുരടിക്കണ നല്ല കരുത്തിന് നിൽക്കും. അത് തളിക്കാറുണ്ട് ഒരു മഴക്കാല ആരംഭത്തോടുകൂടി ഒരു പ്രാവശ്യം. ഈ നിൽക്കുന്ന മാവിനൊന്നും തളിക്കുന്ന പരിപാടിയില്ല. അപ്പോൾ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഈ മാങ്ങ ചിലതല്ല പൊട്ടിപ്പോകുന്നുണ്ട് ചില സ്ഥലത്ത്. മാങ്ങ വളർന്നത് ചില മാങ്ങ പൊട്ടലിന്റെ ഒരു സ്വഭാവമുള്ളതുണ്ട്. അത് പൊട്ടാഷിന്റെ കുറവും ബോറോണിന്റെ കുറവും എന്ന് പറയുന്നുണ്ട്. എന്നാലും പൊട്ടലുണ്ടാവുന്നുണ്ട്, ഇല്ലയെന്ന് പറയാൻ പറ്റിയല്ല. പിന്നെ മാങ്ങ, നല്ല മാങ്ങ കിട്ടിയാൽ നല്ല സൂപ്പർ മാങ്ങയാണ്. അപ്പോൾ എന്തായാലും മാമ്പഴത്തിന് ഡിമാൻഡുള്ള ഒരു കാലം കൂടിയാണല്ലോ ഇത്. മാർക്കറ്റിൽ ഇവിടെ ഉണ്ടാക്കുന്ന മാങ്ങ എങ്ങനെയാണ് ഇവിടെ എനിക്ക് കാഴ്ച മാങ്ങകൾ കൊടുക്കാനാണെങ്കിൽ 2-3 ദിവസം കൊണ്ട് ആൾക്കാർ മുഴുവൻ വന്ന് കൊണ്ടുപോകും. അപ്പോൾ ഈ ആൾക്കാർ കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ പഴുത്ത് വീഴുന്നത് മാത്രം എടുത്തുകൊണ്ടിരുന്നു. ലാസ്റ്റ് ആകുമ്പോൾ പഴുത്ത് വീഴ്ത്താൻ എണ്ണങ്ങൾ കൂടുതൽ കിട്ടും. അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നു. വിലയ്ക്ക് ഒഴുതുവരെ കൊടുത്തില്ല, വരുന്നവർക്കെല്ലാം അനുഭവിക്കാൻ കൊടുക്കും. തീർച്ചയായിട്ടും അതും കുഞ്ഞുവഞ്ചേട്ടൻ്റെ ഒരു മഹത്വമാണ്. കാരണം നമ്മുടെ കൃഷിയിടത്തിലേക്ക് വരുമ്പോൾ പഴവർഗ്ഗങ്ങളൊക്കെ ഉള്ളപ്പോൾ ആ പഴവർഗ്ഗങ്ങൾ മറ്റുള്ളവർക്ക് കൊടുക്കുക, അതൊരു സന്തോഷകരമായ ഒരു കാര്യം കൂടിയിട്ടാണ്. എന്തായാലും പോലും ഒരുപാട് സന്തോഷം അങ്ങേ ശ്രോതാക്കൾക്കായി പരിചയപ്പെടുത്താൻ കഴിഞ്ഞതിൽ. കോശേരി മാവിന്റെ പ്രസിദ്ധി ഇനിയും വർദ്ധിക്കട്ടെ. അതോടൊപ്പം തന്നെ അങ്ങയുടെ പഴവർഗ്ഗ കൃഷി ഒരു പതനത്തിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിന്റെ ഒരു കഥ കൂടിയിട്ടാണ് ഈ പഴവർഗ്ഗ കൃഷിയിലുള്ളത്. ഇത്രയും നേരം ഇത്രയും കാര്യങ്ങൾ ശ്രോതാക്കളുമായിട്ട് പങ്കുവച്ചതിന് നന്ദി. കരിമണ്ണൂർ പഞ്ചായത്തിലെ മുളപ്പുറം പ്രദേശത്തെ മാതൃകാ കർഷകനായ കുര്യൻ കെ ജോർജ് കോശേരിയിലുമായി ഇതുവരെ സംസാരിച്ചത് ആന്റണി മുനിയറ. പ്രധാൻമന്ത്രി കിസാൻ സമ്മാൻ നിധി ഈ പദ്ധതിയിൻ കീഴിൽ 2 ഹെക്ടർ വരെ കൈവശ ഭൂമിയുള്ള കർഷക കുടുംബത്തിന് 6000 രൂപ പ്രതിവർഷം നൽകുന്നതായിരിക്കും. അർഹരായ കർഷകർക്ക് 2000 രൂപ വീതം 3 തവണകളായി നേരിട്ട് അവരുടെ അക്കൗണ്ടിൽ നിക്ഷേപിക്കുന്നതായിരിക്കും. ഈ ചെറുകിട നാമമാത്ര കർഷക കുടുംബങ്ങളെ സംസ്ഥാന സർക്കാർ തെരഞ്ഞെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ പദ്ധതിയുടെ മുഴുവൻ ചെലവും ഭാരത സർക്കാരാണ് വഹിക്കുന്നത്. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി കർഷകരുടെ കൃഷിപരമായ പുതിയ അഭിമാനം. കൃഷി കർഷക ക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാരിൽ നിന്ന് ജനതാൽപര്യാർത്ഥം. 2023 ചെറുധാന്യങ്ങളുടെ അന്താരാഷ്ട്ര വർഷം. അന്താരാഷ്ട്ര ചെറുധാന്യ വർഷാചരണത്തിന്റെ ഭാഗമായി ഇന്നീ പരിപാടിയിൽ ശ്രീ വിനു KS, ശ്രീമതി അശ്വതി KP എന്നിവർ തയ്യാറാക്കിയ ലേഖനങ്ങൾ കേൾക്കാം. കാലാവസ്ഥ പ്രതിരോധ കൃഷിയും ചെറുധാന്യങ്ങളും. കാലാവസ്ഥ വ്യതിയാനം കൃഷിയിലുണ്ടാക്കുന്ന നാശനഷ്ടങ്ങൾ ലോകം മുഴുവൻ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ജനസംഖ്യയിൽ മുന്നിൽ നിൽക്കുന്ന ഇന്ത്യ പോലുള്ള രാജ്യങ്ങളെ ഈ കാലാവസ്ഥ വ്യതിയാനം കൃഷിയിലുണ്ടാക്കുന്ന നാശനഷ്ടങ്ങൾ കൂടുതൽ ദുർബലമാക്കും. കാലാവസ്ഥയിലുണ്ടാകുന്ന പ്രതികൂല മാറ്റങ്ങൾ ഇന്ത്യയുടെ ഭക്ഷ്യസുരക്ഷയെ പോലും ബാധിക്കും.
കൂടിയ താപനില, കുറഞ്ഞ മഴ എന്നിവയെപ്പോലെ കാലാവസ്ഥയിലുണ്ടാകുന്ന മാറ്റങ്ങൾ എല്ലാം തന്നെ വിളകളുടെ വിളവ് കുറയ്ക്കുന്നു. 2023 അന്താരാഷ്ട്ര മില്ലറ്റ് വർഷമായി ആചരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈയിടെ കേരളത്തിൽ ചെറുധാന്യങ്ങളുടെ കൃഷിക്ക് നല്ല രീതിയിലുള്ള പ്രചാരണമാണ് നടക്കുന്നത്. ചെറുധാന്യങ്ങൾ മനുഷ്യർ ആഹാരമായും കന്നുകാലികൾക്ക് തീറ്റയായും ഉപയോഗിക്കാറുണ്ട്. കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, കൊഴുപ്പ്, നാരുകൾ, ധാതുക്കൾ എന്നിവ അടങ്ങിയിരിക്കുന്നത് കൊണ്ട് തന്നെ ചെറുധാന്യങ്ങൾ ന്യൂട്രിയൻ ധാന്യങ്ങൾ എന്നും അറിയപ്പെടുന്നു. വെള്ളപ്പൊക്കം, വരൾച്ച തുടങ്ങി കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ വർദ്ധിച്ചു വരുന്ന ഭീഷണികളെ പ്രതിരോധിക്കാൻ കർഷകർ വ്യത്യസ്ത രീതിയിലും വിളയിനങ്ങളും സ്വീകരിക്കേണ്ടതുണ്ട്. കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ പാരിസ്ഥിതികവും ദൂഷ്യഫലങ്ങളെ ചെറുത്തു നിൽക്കാൻ സാമൂഹികവുമായ സംരക്ഷണം, സുസ്ഥിര സമീപനങ്ങൾ, കാർഷിക രംഗത്ത് ദീർഘകാല വീക്ഷണം എന്നിവ വളരെ ആവശ്യമാണ്. കാർഷിക ഉൽപ്പാദനക്ഷമത വർദ്ധിപ്പിക്കുക, ഹരിതഗൃഹവാതക ഉദ്വമനം കുറയ്ക്കുക, കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ അനന്തരഫലങ്ങളെ നേരിടാൻ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുക എന്നിവയാണ് പ്രധാനമായും ദൂരീകരിക്കേണ്ട പ്രധാന ആശങ്ക. അന്താരാഷ്ട്ര ചെറുധാന്യ വർഷാചരണത്തിന്റെ ഭാഗമായി ശ്രീ വിനു KS, ശ്രീമതി അശ്വതി KP എന്നിവർ തയ്യാറാക്കിയ ലേഖനമാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. നിങ്ങൾ കേട്ടത് 2023 ചെറുധാന്യങ്ങളുടെ അന്താരാഷ്ട്ര വർഷം. श्री अन्न की खेती खुशियां है देती। माननीय प्रधानमंत्री जी की दूरदर्शी सोच का ही परिणाम है कि दुनिया में श्री अन्न की मांग बढ़ने लगी है, जिसका सीधा लाभ श्री अन्न उत्पादक किसानों को मिल रहा है। भारत में मिलेट्स के अनेक प्रकार हैं, अनेक नाम है। उसके प्रोत्साहन के लिए भी अनेकविध योजनाएं बनाई गई हैं। इसलिए अब इस सुपर फूड को दी गई प्राथमिकता से देश के छोटे किसानों, हमारे आदिवासी भाई बहन जो किसानी करते हैं, उनको आर्थिक संबल मिलेगा और देशवासियों को एक स्वस्थ जीवन मिलेगा। माननीय प्रधानमंत्री नरेंद्र मोदी जी के नेतृत्व में सरकार द्वारा किए गए प्रयासों का परिणाम है कि आज देश के किसान श्री अन्न की खेती के लिए न सिर्फ प्रोत्साहित हुए हैं, बल्कि उन्होंने सफलता की नई कहानियां रचनी भी शुरू कर दी हैं। कर्नाटक राज्य के मैसूर जिले के गोपालपुरा गांव के सिद्धगौड़ा एक ऐसे प्रगतिशील श्री अन्न किसान हैं, जिन्होंने अपनी लगन और मेहनत से अपनी एक अलग पहचान बनाई है। आज सिद्धगौड़ा गोपालपुरा गांव के तमाम किसानों के लिए एक आदर्श हैं। सिद्धगौड़ा ने इंटीग्रेटेड फार्मिंग सिस्टम को अपनाकर वर्ष 2020-21 में अपनी आय दोगुनी की है। पहले आप श्री अन्न बिखेर कर खेती करते थे तो 14,000 रुपए प्रति एकड़ की कमाई करते थे, लेकिन क्यारी की तरह लाइन लाइन से रागी की फसल को उगाकर आपने 28,000 रुपए प्रति एकड़ का लाभ प्राप्त किया है। लाइन में रागी की बुआई करने के कारण सिद्धगौड़ा ने प्रति हेक्टेयर 9 क्विंटल रागी और अंतर फसल के तौर पर 4 क्विंटल दाल की फसल पैदा की। कृषि विभाग के अधिकारियों द्वारा गांव में की गई चर्चा के दौरान आपने रागी की लाइन बुआई और इंटीग्रेटेड फार्मिंग के बारे में जाना। लाइन में बुआई बेहतर अंकुरण सुनिश्चित करती है और इसमें बीज की आवश्यकता भी कम होती है। साथ ही इसमें खरपतवार का बेहतर प्रबंधन संभव है, जिससे उत्पादकता और कमाई में वृद्धि होती है। 6 एकड़ में हम रागी उगाते हैं। पहले बिखेर कर उगाते थे, लेकिन वो सही उपज नहीं दिया। बाद में हमने कृषि अधिकारी से मदद ली, गाय का गोबर डाला, इससे हमें अच्छी फसल मिली, जिससे बेच के हमें बहुत लाभ मिला। पहले 6 क्विंटल रागी मिलता था, अभी 15 से 20 क्विंटल रागी मिलता है। 10 क्विंटल दाल, ये सब भी हमने उगाया। सिद्धगौड़ा की तरह ही कर्नाटक राज्य के तुमकुर जिले के हेमदोर गांव के एक लाभार्थी किसान हैं HK रघु। HK रघु अपने खेतों में तो सावा की खेती करते ही हैं, साथ ही जमीनों को लीज पर लेकर रागी भी उगाते हैं। HK रघु ने अपनी प्राइमरी प्रोसेसिंग मशीनें भी लगाई हैं। रघु के यहाँ किसान अपने श्री अन्न की प्रोसेसिंग भी कराने आते हैं। रघु श्री अन्न की प्रोसेसिंग के बाद उन्हें पैक करते हैं, जिन्हें लोग उनसे खरीदने आते हैं। साथ ही वो पैक्ड श्री अन्न की मार्केटिंग शहरों में भी करते हैं। जो भी मैं ग्रो कर रहा हूँ उसे अपना ही मिल में तैयार करता हूँ और बेचता हूँ। अगर मैं सिर्फ रॉ मटेरियल बेचूंगा तो मेरा लाभ कम होगा,
हम तैयार किया हुआ सामा को बेचेंगे तो लाभ ज्यादा है, 25% एक्स्ट्रा मिलता है लाभ। HK रघु आसपास के किसानों को श्री अन्न की खेती के लिए प्रेरित भी करते हैं। तुमकुर जिले के भूपसेंद्रा गांव के किसान कृष्णप्पा डी ज्वार और कोडो की खेती करते हैं। कृषि अधिकारियों से श्री अन्न की खेती के वैज्ञानिक तरीके सीखने के बाद कृष्णप्पा डी अपने बेटे के साथ ब्रॉडकास्टिंग की जगह स्पेसिंग तकनीक से कोडो की लोकल वैरायटी उगाते हैं। 1 एकड़ से 6 क्विंटल तक कोडो की खेती करके आप 60,000 रुपए कमाते हैं और अपने परिवार को बेहतर स्वास्थ्य और खुशियां देते हैं। मैं कृष्णप्पा का बेटा हूँ। पिछले बार 2 एकड़ में हमने कोडो ग्रो किया, 16 क्विंटल मिला। 8 क्विंटल हमने यूज़ किया और 8 सेल किया। 60,000 का प्रॉफिट हमें मिला। वो पैसा हमने खेती में डाला। इस साल फिर हमने कोडो किया है। कृषि अधिकारी से हमें अच्छी सलाह मिली, कौन सा गोबर डालना है करके उन्होंने बताया। कोडो के बीच में हमने तुअर दाल डाली, जिससे हमें और लाभ मिल गया। इसलिए हमने अंतर फसल के तौर पर तुअर दाल को डाला। श्री अन्न की खेती के पारंपरिक तरीकों की जगह वैज्ञानिक तरीके अपनाने से देश भर में किसानों के चेहरों पर खुशहाली आ रही है। സഹകരണത്തിൻ ബലത്തിൽ വികാസത്തിനു ചുവടുവയ്ക്കാം. ജനകോടിയിൽ ഈ വിപ്ലവം ഉണർത്തിയല്ലോ വിശ്വാസം. നാം ഒത്തുചേർന്ന വികാസത്തിനെ പതാക പറത്തിടാം. സഹകരണം നമ്മുടെ വികാസത്തിൻ പ്രതീകം. പുതുയുഗത്തിൽ സഹകരണം കാണിന്റെ കൃഷി മന്ത്രാലയം ഭാരത സർക്കാരിൽ നിന്ന് ജനതാൽപര്യാർത്ഥം. ഈ പരിപാടിയുടെ പ്രായോജകർ കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാർ. എല്ലാ കിസാൻ വാണി ശ്രോതാക്കൾക്കും കൂപ്പുകൈ. കിസാൻ വാണി സമാപിക്കുന്നു.